മകളെ ഹൈഡ്രോ കാർബണിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ഹൈഡ്രോ കാർബൺ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം, ക്ലിയർ അല്ലേ? ഹൈഡ്രോ കാർബൺ ആണ്, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത്തരം ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മിനിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ എ ഹൈഡ്രോ കാർബൺ ടു എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പൊ നമ്മൾ കാർബൺ വരയ്ക്കുക. ഇവിടെ നമ്മൾ കാർബൺ വരച്ചു. കാർബൺ വരച്ച ഒരു എലമെന്റ് ഹൈഡ്രജൻ ആണെന്ന് അറിയാം. ഒരു എലമെന്റ്, ഒരു മോളിക്യൂൾ മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം, ഒന്ന് ഈഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം, ഒന്ന് ഈഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം. യെസ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കരുതുക പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആണെന്നാ വിചാരിക്കുക. പ്രൊപ്പൈൽ ഗ്രൂപ്പ് അല്ല, മിനിമം നമ്പർ കാർബൺ ആണ്. മിനിമം നമ്പർ ഹൈഡ്രോ കാർബൺ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് കാർബൺ ആണ്. ഇവിടെ ഹൈഡ്രജൻ ആണ്, ഇവിടെ മീഥൈലാണ്, ഇവിടെ ഈഥൈലാണ്. ഇത് കൈരാൽ കാർബൺ ആണെങ്കിൽ ഇവിടെ നാലാമത്തെ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കണം. ഇവിടെ ഒരു ആൽക്കീൻ കൊടുക്കാം, CH ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ ആയാൽ മതി. സോ എത്ര കാർബൺ ആറ്റം വേണമെന്ന് വെച്ചാൽ 1 2 3 4 5 6 6 കാർബൺ മതി. ഓക്കെ, 6 കാർബൺ ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബൺ ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും, കാരണം ഇതിലൊരു കൈരാൽ കാർബൺ ഉണ്ട്. ഓക്കെ,